Hello everyone, welcome to Vivekananda IAS Academy Governance Session. So myself, Arya Saraswati. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളിപ്പോൾ സിവിൽ സർവീസിന് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന കുട്ടികളാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ സിവിൽ സർവീസ് മെയിൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഗവർണൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിൻ്റെ ഇൻട്രോ നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഗവർണൻസ്. അപ്പോൾ ഈ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഹൂ റൂൾസ്, ആരാണ് ഭരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വി ആർ വെയിറ്റിംഗ് ഫോർ ദി റിസൾട്ട്സ്. അപ്പം നമ്മുടെ ഇനി കേരളം ആരാ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള കുറേ തോട്ട്സ് നമുക്കുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഹൂ റൂൾസ്, ആര് ഭരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഗവർണൻസ് മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ഹൗ ദേ റൂൾ, എങ്ങനെയാണ് അവർ ഭരണം കാഴ്ചവെക്കാൻ പോകുന്നത്, അതാണ് എന്ത് ഗവർണൻസ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് എന്താണ് ഗവർണൻസ്. അപ്പം എന്താണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്, ഗവൺമെൻറ്റും ഗവർണൻസുമായിട്ടുള്ള കണക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഇൻട്രോസ് മാത്രമാണ്. എന്താണ് ഗവൺമെൻറ്, എന്താണ് ഗവർണൻസ് എന്നൊക്കെ ഉള്ള കുറച്ച് ഇൻട്രോസ് മാത്രമാണ് വരുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് ഗവർണൻസ്. Governance is the exercise of economic, political and administrative authority to manage a country's affairs at all levels. ഇപ്പോൾ ഈ all levels എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 3 ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഉണ്ട്: സെൻറ്റർ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. അപ്പോൾ ഈ 3 ലെവലിൽ നമുക്ക് എന്ത് വേണം? ഗവർണൻസ്, നല്ല ഭരണം നമുക്ക് വേണം. അപ്പോൾ ഈ ഗവർണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എക്കണോമിക് തരത്തിൽ, അതായത് നമ്മുടെ സാമ്പത്തികം ആ രീതിയിലാവട്ടെ, ആൻഡ് പൊളിറ്റിക്കൽ രീതിയിലാവട്ടെ. പൊളിറ്റിക്കൽ മീൻസ് വാട്ട്? രാഷ്ട്രീയം മാത്രമല്ല, അതിനകത്ത് നമുക്ക് വരുന്നത് ഡെമോക്രസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇപ്പം നിങ്ങളിപ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയാണ്? ഇതിൻ്റെ ഒരു ഭാഗമാകാനാണ്, അല്ലേ? സോ വെൻ യു ബിക്കം എ സിവിൽ സർവൻറ്റ് യു വിൽ ഡെഫിനറ്റ്ലി ബിക്കം പാർട്ട് ഓഫ് ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി, അല്ലേ? അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ടു ടേക്ക് കെയർ ഓഫ് ദി സിറ്റിസൺസ്, ടു ഫുൾഫിൽ ദെയർ നീഡ്സ്, എക്സെട്ര. അപ്പോൾ ഈ വക എല്ലാ തലത്തിലും ഇത് നമ്മുടെ ഒരു കൺട്രി എടുത്താൽ, ഒരു സ്റ്റേറ്റ് എടുത്താൽ, അല്ലെങ്കിൽ ഒരു നേഷൻ എടുത്താൽ, ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് എന്ന് പോളിറ്റിയിലും ഗവർണൻസിലും പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നേഷൻ, ഇന്ത്യ ആസ് എ ഹോൾ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേഷൻ്റെ എല്ലാ ലെവൽസിലും നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കണം, ഇൻ ഓൾ ഡിമെൻഷൻസ്. അതിൽ വരുന്ന മേജർ ഡിമെൻഷൻസ് ആണ് ഏതൊക്കെ? ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പോൾ ഇതെന്താണ്? ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ UNDPയുടെ ഡെഫിനിഷനാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു UNDP, ദറ്റ് ഈസ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇൻ 1997. സോ വെൻ യു പ്രിപ്പയറിംഗ് ഫോർ ദി മെയിൻസ് എക്സാമിനേഷൻ, നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഗവർണൻസിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ എക്സാക്റ്റ് ഈ ഡെഫിനിഷൻ തന്നെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നെയാണ്. ആൻഡ് എങ്ങനെയാണ് ഗവർണൻസ് കൊണ്ടുവരുന്നത്? അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞായിരുന്നു, എന്താണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഹൂ റൂൾസ്, ആര് ഭരിക്കും. അപ്പോൾ ഗവർണൻസ് എന്ന് പറഞ്ഞാലോ, ഗവൺമെൻറ് മീൻസ് ആര് ഭരിക്കും. ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ഹൗ ദേ റൂൾ, അവർ എങ്ങനെയാണ് റൂൾ ചെയ്യാൻ പോകുന്നത്. അഫ്കോഴ്സ് എങ്ങനെയായിരിക്കും? അവർ പോളിസീസ് ഉണ്ടാക്കും, റൂൾസ് ഉണ്ടാക്കും, ലോസ് ഉണ്ടാക്കും, സ്കീംസ് ഉണ്ടാക്കും, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, സിസ്റ്റംസ് ദാറ്റ് അലോ ഇൻഡിവിജ്വൽസ് ആൻഡ് organizations to express their concerns, assert their legal rights, fulfill their responsibilities and resolve കോൺഫ്ലിക്ട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗവർണൻസിൽ വരുന്നത്. എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ പ്രൊസീജിയർ ഉണ്ടാക്കുന്നു, പ്രൊസീജിയർ കാണും, സ്ട്രക്ചർ കാണും, പിന്നെ എന്താ ഉണ്ടാവുക? സിസ്റ്റം. ഇതെല്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത്? സിറ്റിസൺസിൻ്റെ വെൽഫെയർ ഫുൾഫിൽ ചെയ്യണം. സോ വാട്ട് ഡു യു മീൻ ബൈ വെൽഫെയർ? വെൽഫെയർ മീൻസ്, for example, if your needs are fulfilled and if you're very happy with everything, so if your needs are fulfilled and you are very happy with everything, നിങ്ങൾക്ക് വേറെ വിഷമങ്ങളോ കംപ്ലയിൻസോ ഗ്രീവൻസസോ ഒന്നുമില്ല, നിങ്ങൾ എല്ലാത്തിലും ഹാപ്പി ആണെങ്കിൽ, വിച്ച് മീൻസ് ദാറ്റ് യുവർ വെൽഫെയർ ഈസ് ഡൺ.
സോ ഗവൺമെൻറ് ഉദ്ദേശം എന്ത് തന്നെയാണ്, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ഇൻ ഓർഡർ ടു ഫുൾഫിൽ യുവർ നീഡ്സ്, ഡിസയേഴ്സ് ആൻഡ് എവറിത്തിങ്, ആൻഡ് യു വിൽ ബി ഹാപ്പി. നമ്മൾ യു എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ആരാണ്? വി ദ സിറ്റിസൺസ് ഓഫ് ദി ഇന്ത്യ. അപ്പോൾ ആ ഒരു നമുക്ക് എന്താണ്, ആ ഒരു ഫുൾഫിൽ നമുക്ക് ഫുൾഫിൽ ആവും, നമ്മുടെ ഡിസയേഴ്സ് ഒക്കെ ഫുൾഫിൽ ആവും, നമ്മുടെ വെൽഫെയർ എല്ലാം നമുക്ക് ക്ഷേമം എന്നാണ് മലയാളത്തിൽ പറയുന്നത് വെൽഫെയറിന്. സോ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഗവർണൻസ്, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നത് ഗുഡ് ഗവർണൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നില്ല. സോ വൺസ് നമ്മൾ ഗവർണൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗുഡ് ഗവർണൻസ് എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഇഫ് ഗുഡ് ഗവർണൻസ്, നമ്മൾ ഗുഡ് ഗവർണൻസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ എന്താണ്? വെൽഫെയർ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഗവർണൻസിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. സോ ഇതേപോലെ എന്ത് ചെയ്യുക, ഈ ഒരു ഓർഗനൈസേഷൻ എല്ലാ രീതിയിലും അതിൻ്റെ സ്ട്രക്ചേഴ്സ്, പോളിസീസ് എല്ലാം ഗവൺമെൻറ് കൊണ്ടുവരണം. എന്തിനാണ്? നമ്മുടെ സിറ്റിസൺസിൻ്റെ കൺസേൺസ് എല്ലാം എന്താണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. പിന്നെ എന്താ കോൺഫ്ലിക്ട്സ്, ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ്, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? റിസോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫുൾഫിൽ ദിയർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അസൈൻ ദിയർ ലീഗൽ റൈറ്റ്സ്. ക്ലിയർ? സോ ഇത്രയാണ് എന്ത് നമ്മുടെ ഗവർണൻസിൻ്റെ സിമ്പിൾ ഡെഫിനിഷൻ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ റൈറ്റ് നൗ. So let's see. The ultimate objective. This is very, very important statement. This is നിങ്ങളുടെ മെയിൻസ് എക്സാമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ഇത് തന്നെയാണ്. ബിക്കോസ് നമ്മുടെ 2024 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ നമ്മുടെ ലാസ്റ്റ് സ്ലൈഡിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻസ് ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ചില കീവേഡ്സ് ഉണ്ട്. ഗവർണൻസിൽ ഏറ്റവും കൂടുതൽ വരുന്ന കീവേഡ്സ് പറയുന്നത് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസീവ്നെസ്, ദെൻ എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ്, ഇക്വിറ്റി, ഇങ്ങനെ കുറേ കീവേഡ്സ് ഉണ്ട്. ഈ കീവേഡ്സ് ഒന്നും നിങ്ങളൊന്ന് മിസ്സാവരുത്. അപ്പോൾ അതിൻ്റെ ഓരോ കീവേഡ്സിനും അതിൻ്റേതായ റിയൽ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ് ഉണ്ട്. അതേപോലെ ഗവർണൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗവർണൻസിനെ കുറിച്ച് എഴുതുമ്പോൾ ഈ ഒബ്ജക്റ്റീവ് നിങ്ങൾ വിട്ടുപോകാണ്ടിരിക്കണം. ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു വാട്ട്? ടു ഓർഗനൈസ് ഡിസിഷൻ മേക്കിംഗ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്? ഓർഗനൈസ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആരാണ് ഡിസിഷൻ എടുക്കുന്നത്? ഹൂ ഹാസ് ദ പവർ ടു ടേക്ക് ഡിസിഷൻ ആൻഡ് ഹൗ ദീസ് ഡിസിഷൻസ് ആർ മെയ്ഡ്. സോ ഹൗ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻസ് ഇൻ അവർ കൺട്രി. അപ്പോൾ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ്, അതെന്ന് പറഞ്ഞാൽ ആർക്കാണ് ഒരു തീരുമാനം എടുക്കാൻ പവർ ഉള്ളത്, എങ്ങനെയാണ് ആ തീരുമാനങ്ങൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടും ഓർഗനൈസ് ചെയ്തും പോകാനാണ് നമുക്ക് എന്ത് വേണ്ടത്? ഗവർണൻസ് വേണ്ടത്, നല്ല ഭരണം വേണ്ടത്. നമുക്കിപ്പോൾ ഗവൺമെൻറ് ഉണ്ട് ആൻഡ് ദർ ഈസ് നോ ഗവർണൻസ്, പിന്നെ നമുക്ക് എന്താണ് കൊണ്ട് യൂസ് ഇല്ല. സോ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ഈസ് ടു ഓർഗനൈസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇനേബിൾ കളക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. അതിൻ്റെ മീനിങ് എന്താണ്? കളക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും വിചാരിക്കേണ്ടത് വെച്ചാൽ നമുക്ക് വി ഹാവ് എ കൺട്രി full of citizens and we have a government who makes rules in our country. So government is the people, that group of people who makes rules in our country. അല്ലേ? അപ്പോൾ rules in our country and so അപ്പം അവർ കുറേ ആൾക്കാർ വരുന്നു, റൂൾസ് ഉണ്ടാക്കുന്നു, നേഷൻ ഭരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഹൗ ഇറ്റ്സ് പോസിബിൾ? നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, നേഷണൽ ഡെവലപ്മെൻറ്റ് കുറയും. സോ വാട്ട് ഷുഡ് ഡു ദാറ്റ്? സോ whenever government make rules or if like whenever government is trying to make rules or trying to make some developments in the country, the government should connect with the citizens. But citizens in their opinions, citizens in എന്താണ് വേണ്ടത്, അവരെന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പോളിസി വന്നാൽ അത് സിറ്റിസൺസ് എങ്ങനെ എടുക്കും? അത് അവർക്ക് നല്ലതാണോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും അവർക്ക് അത് ബെനിഫിറ്റ് ആണോ, അല്ലെങ്കിൽ അവർക്ക് അതിൽ ദോഷമാണോ? ഇതൊക്കെ മനസ്സിലാക്കാൻ ആർക്ക് പറ്റണം? ഗവൺമെൻറ്റിന് പറ്റണം. അതിന് ഗവൺമെൻറ് ഒറ്റയ്ക്കായിരിക്കില്ല ഡിസിഷൻ എടുക്കുന്നത്. ദേ ടേക്ക് ഡിസിഷൻസ് ആൻഡ് what else they do? They will contact the സിറ്റിസൺസ്. അവർ സിറ്റിസൺസിൻ്റെ ആയിട്ട് ഉള്ള അവരുടെ ഒപ്പീനിയൻസും കൂടെ കളക്ട് ചെയ്തിട്ട് വരുന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും ഗവർണൻസ് കൊണ്ടു നടക്കുന്നത്. അതാണ് കളക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇവിടെ കളക്റ്റീവിന് മീനിങ് എന്ന് പറയുന്നത് അവർ സിറ്റിസൺസും സിവിൽ സൊസൈറ്റി എന്നൊരു ടോപ്പിക്ക്. നമുക്ക് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ NGOs, പിന്നെ എന്താണ് നമ്മുടെ രാജ്യത്ത് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന കുറേ NGOs ഉണ്ട്, പ്രഷർ ഗ്രൂപ്പ്സ് ഉണ്ട്
അല്ലേ? അതൊക്കെ നമ്മൾ സിവിൽ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. സോ സിവിൽ സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ ദീസ് പീപ്പിൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ എല്ലാവരുടെയും കളക്റ്റീവായിട്ടൊരു ഒപ്പീനിയൻ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു കോർഡിനേറ്റഡ് ആക്ഷൻ, ഇതെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നിട്ട് ഒരുമിച്ചുണ്ടാകുന്ന ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്നത് ഈസ് ഗവർണൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് വാട്ട് ഡെഫിനേഷൻ ഓഫ് ഗവർണൻസ്. അപ്പോൾ ഡെഫിനേഷൻ ഓഫ് ഗവർണൻസ്, ഇപ്പോൾ നിങ്ങളുടെ ഗവർണൻസ് എഴുതുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ആഡ് ചെയ്യാൻ മറന്നു പോരുത്. ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഗവർണൻസ് ഈസ് വാട്ട് ഈസ് ടു ഓർഗനൈസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇനേബിൾ കളക്റ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് and what coordinated action. ഈ ഒരു 3 terms is very important. Clear? I hope it is clear right now. So next, let's see dimensions of governance. Governance ന്റെ തലങ്ങൾ നമുക്കൊന്ന് നോക്കാം. So we have different dimensions of governance. First one is political dimension. The പേര് തന്നെ നമുക്ക് മനസ്സിലാവും, പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് ആണ്. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ എപ്പോഴും രാഷ്ട്രീയം എന്ന രീതിയിൽ മാത്രം നിങ്ങൾ കാണരുത്. അത് നമുക്ക് രാഷ്ട്രത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നും കൂടെ നിങ്ങൾ ഇതിനെ കാണണം പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ. സോ പൊളിറ്റിക്കൽ ഡിമെൻഷൻസ് എന്താണ് കൊണ്ടുവരുന്നത്? വിച്ച് എൻഷുവേഴ്സ് ഡെമോക്രാറ്റിക് ഇൻറ്റഗ്രിറ്റി, വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ ഇലക്ഷൻ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ് നമുക്കുള്ളത് അല്ലേ? വാട്ട് ഈസ് മൈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ? ഫ്രീ മീൻസ് നമുക്ക് ഇഷ്ടമുള്ള ആളെ ചൂസ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. ആൻഡ് ഫെയർ എന്ന് പറഞ്ഞാൽ സോ ദോസ് ഹു ആർ കണ്ടക്ടിങ് ദ ഇലക്ഷൻ ഹാവ് ദ ഫെയർ ചാൻസ് ഓഫ് വിന്നിങ്. എല്ലാവർക്കും എന്താണ്? ഇലക്ഷൻ ജയിക്കാനും വിജയിച്ച സ്ഥാനത്തേക്ക് വരാനുമുള്ള അവകാശമുണ്ട്. ഇറ്റ് ഈസ് ഫെയർ. അപ്പം നമ്മൾ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗവൺമെൻറ്റിനെ ചൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ചൂസ് ചെയ്യുന്നത്? ടു റൂൾ അസ്. അപ്പോൾ ആ ഗവൺമെൻറ് ചൂസ് ചെയ്യുന്ന ഗവൺമെൻറ്റിന് തന്നെ എന്തുണ്ട്? അവർക്ക് തന്നെ ദേ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഗുഡ് തിങ്സ് ഇൻ അവർ കൺട്രി. അതിൻ്റെ ഒന്നാണ് പൊളിറ്റിക്കൽ ഡിമെൻഷനിൽ പറയുന്നത്. ഡെമോക്രാറ്റിക് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രസി എന്ന് വെച്ചാൽ ജനാധിപത്യം, ജനങ്ങളുടെ ആധിപത്യം അല്ലേ? ജനങ്ങളുടെ ആധിപത്യമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത്. അപ്പം ജനങ്ങൾക്കാണ് ഇവിടെ ആധിപത്യം കൂടുതൽ. സോ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഫുൾഫില്ല് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കടമ എന്ന് പറയുന്നത്, ഉത്തരവാദിത്തം അതെന്ന് പറയുന്നത്. അപ്പം ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ടു ബി ഓണസ്റ്റ്, അത് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻറ്റഗ്രിറ്റി. അപ്പം പൊളിറ്റിക്കൽ ഡിമെൻഷനിൽ ആദ്യം വരുന്ന ടേം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. സോ ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്ന ഗവൺമെൻറ് എന്ത് ചെയ്യുക? ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ കർത്തവ്യം. ദെൻ ത്രൂ ഏത് വഴിയൊക്കെയാണ് വരേണ്ടത്? ത്രൂ ഇൻക്ലൂസീവ് ഫെയർ ഇലക്ഷൻസ്. ഓൾറെഡി ടോൾഡ് യു ഫെയർ ഇലക്ഷൻസ്. ഇൻക്ലൂസീവ് എന്ന് വെച്ചാൽ ഇൻക്ലൂഡ് all sections of the society. Inclusiveness അല്ലെങ്കിൽ inclusive എന്ന് പറഞ്ഞാൽ adding all sections of the society. So we have lot of sections in the society such as poor, marginalized people, women, children, backward section people. So lot of sections are there. So inclusive means in order to include every sections of the society without any discrimination and ethical accountability. What is ethical accountability? എത്തിക്സ് എന്ന് പറഞ്ഞത് എന്താണ്? നമ്മൾ ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടബിലിറ്റിയുടെ മീനിങ്, ഞാനിവിടെ ഓരോ വേർഡ് മീനിങ് പറയാനുള്ള റീസൺ വെച്ചാൽ ഗവർണൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോ കീവേഡ്സിൻ്റെ മീനിങ് മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ഓക്കെ, സോ എത്തിക്സ് ഞാൻ പറഞ്ഞ പോലെ എത്തിക്സ് മീൻസ് ടു ചൂസ് വിച്ച് ഈസ് റൈറ്റ് ഓർ റോങ്. നമുക്ക് ആ ഒരു കപ്പാസിറ്റി വരണം. അക്കൗണ്ടബിലിറ്റി മീൻസ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കി അതിന് ഉത്തരവാദിത്തോടു കൂടി അപ്രോച്ച് ചെയ്യാൻ ആർക്ക് പറ്റണം? ഗവൺമെൻറ്റിന് പറ്റണം. ഓഫ് ബോത്ത് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എക്സിക്യൂട്ടീവ് ഹിയർ മീൻസ് ദാറ്റ് നമ്മുടെ പ്രസിഡൻറ്റ്, ഗവർണർ ഇവരെല്ലാവരും എക്സിക്യൂട്ടീവ്സിലൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ എക്സിക്യൂട്ടീവ് 2 തരമുണ്ട്, പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് ആൻഡ് ടെമ്പററി എക്സിക്യൂട്ടീവ്. പെർമനൻറ്റ് പറയുന്നത് ആരാണ്? പെർമനൻറ്റ് പറയുന്നത് നിങ്ങൾ തന്നെയാണ് കുട്ടികളെ. ലൈക്ക് നിങ്ങൾ സർവീസിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾ ബിക്കംസ് ദി പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് ഓഫ് ദി നേഷൻ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി. ടെമ്പററി എക്സിക്യൂട്ടീവ് വിച്ച് മീൻസ് ദാറ്റ് പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, ചീഫ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ്, ഓൾ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അവിടെ വരുന്നുണ്ട്. ക്ലിയർ? സോ ദിസ് ഈസ് ദി പൊളിറ്റിക്കൽ ഡിമെൻഷൻ. ഇവിടെ പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഗവൺമെൻറ്റിൽ വരുന്ന ആൾക്കാർ, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് എങ്ങനെയാണ് തൻ്റെ
ജനങ്ങളോട് കാണിക്കേണ്ട ആ ഒരു ഇതാണ് പൊളിറ്റിക്കൽ ഡിമെൻഷനിൽ വരുന്നത്. ദെൻ വി ഹാവ് ലീഗൽ ആൻഡ് ജുഡീഷ്യൽ. ലീഗൽ ആൻഡ് ജുഡീഷ്യൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് പോകേണ്ടത് പോലീസ് ആൻഡ് ജുഡീഷ്യറി, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് മൈൻഡിൽ പോകേണ്ടത്. അപ്പം പോലീസിൻ്റെ ഒക്കെ എന്താണ്, പോലീസ് ആൻഡ് പോലീസുകാരൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മൾ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയും. അതായത് സമൂഹത്തിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ട് എല്ലാവരും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ആണല്ലോ പോലീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ലീഗൽ ആൻഡ് ജുഡീഷ്യൽ ഡിമെൻഷൻ വരുന്ന പോലീസ് ഫോഴ്സസ് ഒക്കെയാണ് കൂടുതലും വരിക. ഫോക്കസ് ഓൺ വൺ ലോ ആൻഡ് ഓർഡർ സ്പെസിഫിക്കലി ബൈ എൻഫോഴ്സിങ് വാട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ലൈക്ക് ആർട്ടിക്കിൾ 21. എന്താണ് പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്? ദറ്റ് ഈസ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നമുക്ക് എന്ത് വേണം? നമുക്ക് ജീവിക്കാനും നമുക്ക് തന്നെ ഇൻഡിവിജ്വൽ ലിബർട്ടിയും വേണം. ജീവിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ജീവിക്കുക എന്നല്ല, നല്ല അന്തസ്സോടുകൂടി എന്താണ് ജീവിക്കാനുള്ള അവകാശം നമുക്ക് ഭരണഘടന തരുന്നുണ്ട് അണ്ടർ ആർട്ടിക്കിൾ 21. അപ്പോൾ അതൊക്കെ എൻഷുർ ചെയ്യുകയാണ് ചെയ്യുന്നത് ആരാണ്? ലീഗൽ ആൻഡ് ജുഡീഷ്യൽ category of people in this dimension and implementing police reforms such as EFIR system. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്ക് എന്ത് ഇലക്ട്രോണിക് FIR ഉണ്ട്, അതേപോലെ സീറോ FIR ഉണ്ട്. സീറോ FIR എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പം സപ്പോസ് ആ കുറ്റം നടന്നത് ആ സ്റ്റേഷൻ പരിധി അല്ലെങ്കിൽ പോലും വേറെ സ്റ്റേഷൻ പരിധി കൊണ്ട് നമുക്ക് ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതേപോലെയാണ് നമ്മളെ സീറോ FIR. ഇപ്പോൾ സീറോ FIRൽ ഇപ്പോൾ എന്തുണ്ട്? അതുപോലെ ഇലക്ട്രോണിക് രീതിയിൽ നമുക്കിപ്പോൾ FIR ഉണ്ട്. ദറ്റ് ഈസ് ഗവേണൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്ന കുറേ ടോപ്പിക്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിമെൻഷൻ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിമെൻഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിമെൻഷൻ എന്തായിരിക്കും വരുന്ന? പേര് തന്നെയുണ്ട്, ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭരണകൂടം കംപ്ലീറ്റ്. കാരണം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് the people who implement policies which are made by this പൊളിറ്റിക്കൽ ഡിമെൻഷൻ ആലോചിക്കുക. നമ്മുടെ ലെജിസ്ലേറ്റീവിൽ വരുന്ന ആൾക്കാർ, നമ്മുടെ മിനിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ടാക്കുന്ന നിയമങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാറ്റഗറി വരുന്ന ആൾക്കാർ ഇവിടെ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് വരുന്നത്. സോ വൺസ് യു ബിക്കം എ സിവിൽ സർവൻറ്റ്, നിങ്ങളും എന്താണ് ആ ഭാഗമായിട്ടാണ് വരുന്നത്. അവരെന്താ ചെയ്യുന്നത്? അവർ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തും. കാരണം വേറെ എന്താണോ സമൂഹത്തിൽ നടക്കുന്നത് അപ്പം അത് കൃത്യമായിട്ട് അറിയാൻ ജനങ്ങൾക്കും അവകാശമുണ്ട്. സോ നമ്മൾ എലക്ട് ചെയ്ത ആൾക്കാരാണ് ഗവൺമെൻറ്റായിട്ട് നമ്മളെ ഭരിക്കാൻ വരുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ എന്താണ് ടാക്സസ് അടയ്ക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗവൺമെൻറ്റിന് കൂടെ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കും അറിയണം സോ വാട്ട് ഓൾ തിങ്സ് ആർ ഹാപ്പനിങ് ഇൻസൈഡ് ദി ഗവൺമെൻറ്. അപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ആൻഡ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. എവിടെയാണ് അക്കൗണ്ടബിലിറ്റി മീനിങ് വരുന്നത്? റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. അപ്പം അവർക്ക് ട്രാൻസ്പെറൻസി വരുന്ന എപ്പോഴാണ്? നമുക്ക് അക്കൗണ്ടബിലിറ്റിയും വരുമ്പോഴാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പ്യുവർലി അക്കൗണ്ടബിൾ ആണെങ്കിൽ അത് ആ കാര്യം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ നല്ലോണം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, അപ്പം നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടുമെന്നുള്ള അത് ഉറപ്പുള്ള കാര്യമാണ്. സിവിൽ സർവീസ് ഉറപ്പായിട്ട് കിട്ടും. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, വളരെ ഉത്തരവാദിത്തോട് പഠിക്കുന്ന ഒരാളാണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് സർവീസ് കയറാം. അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഡിമെൻഷൻസിലും വരുന്നത്. RTI ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ത്രൂ RTI നമുക്ക് എന്താണ് ഗവൺമെൻറ്റിലെ ഇൻഫോർമേഷൻസ് നേടാൻ കഴിയണം. സോ RTI വൺ ഓഫ് ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിമെൻഷൻ. And what? Civil services, professionalizing civil services via Mission Karmayogi. Mission Karmayogi എന്ന് വെച്ചാൽ സിവിൽ സർവീസസിൽ വരുന്ന ആൾക്കാരുടെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ആണ് എന്ത്? മിഷൻ കർമ്മയോഗി. സോ വൺസ് യു എൻറ്റർ ദിസ് സർവീസ്, നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ IAS ഓഫീസേഴ്സ് ആകുമ്പോഴാണ് കൂടുതലും വരുന്നത്. ആൻഡ് ഓൾസോ IFS IPS ഒക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. നിങ്ങൾ എന്താണ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി നിങ്ങൾ അത്രയ്ക്കും രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ഇതാണ് മിഷൻ കർമ്മയോഗി എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ പഠിച്ച് പ്രിലിംസ് പാസ്സായി, മെയിൻസ് പാസ്സായി, ഇൻ്റർവ്യൂ പഠിച്ച് സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഓരോ സ്റ്റേജിലും നിങ്ങൾ എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത് മിഷൻ കർമ്മയോഗിയിൽ വരുന്നത്. ക്ലിയർ? So this is the 3 dimensions. Another dimension is economic dimension. പേര് തന്നെ this is related to financial things. സാമ്പത്തിക ഘടനകൾ, ഇന്ത്യയിലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എവിടെ വരുന്നതാണ്? This comes under economic dimension. Emphasizes responsible fiscal discipline. ഫിസ്ക്കൽ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ കാറ്റഗറി, ഈ മണി റിലേറ്റഡ് ഫിസ്ക്കൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ
എക്സ്പെൻഡിച്ചേഴ്സ് റവന്യൂ നമ്മൾ ഇതിനെന്ത് പറയും, നമ്മൾ ഫിസ്ക്കൽ എന്ന് പറയുന്നുണ്ട്. അണ്ടർ ദി FRBM എന്ന് പറഞ്ഞാൽ FRBM ആക്ട് മെയിൻലി ഫോർ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ കാര്യങ്ങൾ, ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്ന് സ്ട്രീം ലൈൻ ചെയ്യാനും ഗവൺമെൻറ്റിൻ്റെ എന്താണ് എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും എന്താണ് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാനുള്ള ഒരു ആക്റ്റാണ് FRBM ആക്ട് വരുന്നത്. ഈ എക്കണോമിക് ഡിമെൻഷനിൽ വരുന്ന ഒരുതരം ആക്ട് എന്താണ്, FRBM ആക്റ്റാണ്. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം, നമ്മുടെ റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പൊക്കെ കുറയ്ക്കുക. അപ്പം നമുക്കറിയാം സാമ്പത്തികത്തിൽ നമ്മുടെ പോവർട്ടി ലെവൽ നമ്മുടെ ഇന്ത്യ വളരെ താഴെ നിൽക്കുന്നുണ്ട്. ഒരു 129th റാങ്കൊക്കെ വരുന്നുണ്ട് ഔട്ട് ഓഫ് 140 സംതിങ് റാങ്കിലൊക്കെ. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ശ്രമിക്കുന്നത് തന്നെ എന്താണ്, നമുക്ക് ആർക്കും പട്ടിണി ഇല്ലാണ്ട് പോവുക, റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പ് കുറയ്ക്കുക. അതെല്ലാം നല്ല ഗവർണൻസിൻ്റെ തന്നെ ഒരു ഭാഗം തന്നെയാണ്, വിച്ച് ഈസ് കംസ് അണ്ടർ എക്കണോമിക് ഡിമെൻഷൻ. നെക്സ്റ്റ് ഈസ് വി ഹാവ് social dimension. Clear? Social dimension. Social dimension promotes what? Inclusive growth through social security and employment schemes. നമുക്ക് സോഷ്യൽ, ഇപ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ ഡിമെൻഷൻ, ലീഗൽ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എല്ലാം ഉണ്ട്. സോഷ്യൽ വെച്ചാൽ സമൂഹമാണ്. അപ്പം സമൂഹത്തിൽ എല്ലാവർക്കും ഇപ്പോൾ വിദ്യാഭ്യാസം അനുസരിച്ച് ജോലി കിട്ടുക, അന്തസ്സായിട്ട് ജീവിക്കാൻ കഴിയുക. ഇപ്പോൾ ഡെയിലി വേജസിന് പോകുന്നവരാണെങ്കിലും അവർക്ക് എന്താണോ അവർ ഡിസർവ് ചെയ്യുന്നത്, അതായത് ഇക്വിറ്റി, നമ്മൾ പറയും ഇക്വിറ്റി ആൻഡ് ഇക്വാളിറ്റി എന്ന് പറയാറുണ്ട്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസർവിങ് ആയിട്ടുള്ള ആളുകളിൽ കാര്യങ്ങൾ എത്തിച്ചിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വാളിറ്റിയിൽ കൊണ്ടുവരിക. അതാണ് എന്ത് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിന് റേഷൻ ഷോപ്സ് ഒക്കെ ഉള്ളത് അല്ലേ. ഇപ്പോൾ APL കാർഡുള്ള ഒരാൾക്കും BPL കാർഡുള്ള ഒരാൾക്കും ഒരേപോലെ കാര്യം കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. ഇപ്പോൾ ഇപ്പോൾ BPL ഉള്ള കാർഡുള്ള ഒരാൾക്ക് കിട്ടുന്ന അത്രയും സർവീസസ് APLകാർക്ക് കിട്ടണമെന്നില്ല. ബിക്കോസ് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇക്വിറ്റി കൊണ്ടുവന്ന് ഇക്വാളിറ്റിയിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ ആർക്ക് പറ്റണം, ഗവൺമെൻറ്റിന് പറ്റണം, ത്രൂ ഗവർണൻസ്. അതാണ് ഇവിടെ വരുന്നത്. സോഷ്യൽ ഡിമെൻഷൻ ലൈക്ക് MG Nrega while fostering community accountability through civil society participations and social audit. സോഷ്യൽ ഓഡിറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഗവർണൻസിൽ വരുന്നത്. സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ലൈക്ക് വി ഹാവ് NGOs, പ്രഷർ ഗ്രൂപ്പ്സ്, ട്രേഡ് യൂണിയൻസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, BMS, CITU, അങ്ങനെ കുറേ ഉണ്ടല്ലോ. ലേബർ യൂണിയൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ മലയാള സിനിമയുടെ അമ്മ എന്ന് പറയുന്നത് ഒരു സിവിൽ സൊസൈറ്റിയാണ്, ഒരു പ്രഷർ ഗ്രൂപ്പാണത്. അപ്പം നമുക്ക് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ദീസ് പീപ്പിൾ വിൽ ടോക്ക് ടു ദി ഗവൺമെൻറ് ആൻഡ് എന്താണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ദേ വിൽ സീക്ക് വാട്ട് ഹെൽപ്പ് ഫ്രം ദി ഗവൺമെൻറ് ഓൺ ബിഹാഫ് ഓഫ് ദി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. അതാണ് എന്താ നമ്മൾ സിവിൽ സൊസൈറ്റി. കാരണം വെച്ചാൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് കുറച്ച് സംഘടനകളില്ലേ, അതൊക്കെയാണ് സിവിൽ സൊസൈറ്റിയിൽ വരുന്നത്. സോഷ്യൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ ഗ്രാമസഭയിൽ നടത്തുന്ന അതൊരു പ്രോഗ്രാമാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൺസ് ഗവർണൻസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ ഓഡിറ്റൊക്കെ പഠിക്കുന്നുണ്ട്. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാംസും പോളിസീസും കൊണ്ടുവരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു മോണിറ്ററിങ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത്, സോഷ്യൽ ഓഡിറ്റ്. ഇത് യൂഷ്വലി അല്ലെങ്കിൽ ഇത് എപ്പോഴും കണ്ടക്ട് ചെയ്യുന്ന എവിടെ തന്നെയാണ്, അറ്റ് ഗ്രാമസഭയിലാണ് ഇത് ഏറ്റവും കൂടുതലും കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ഗവൺമെൻറ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഇറ്റ്സ് ലൈക്ക് ഓഡിറ്റിംഗ് ആണ്, ഒരു വിലയിരുത്തലാണ്. കണക്കൊക്കെ നോക്കുന്ന പോലെ അതാണ് എന്ത് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദി മേജർ ഡിമെൻഷൻസ് ഓഫ് ഗവർണൻസ്: പൊളിറ്റിക്കൽ, ലീഗൽ ആൻഡ് ജുഡീഷ്യൽ, അഡ്മിനിസ്ട്രേറ്റീവ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡിമെൻഷൻസ്. ക്ലിയർ? സോ ലെറ്റ്സ് സീ. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് ഗവർണൻസ്. ഗവൺമെൻറ്റും ഗവർണൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. ഗവൺമെൻറ് വെച്ചാൽ എന്താണ്, ഫോർമൽ അതോറിറ്റിയാണ്, സ്റ്റേറ്റിൻ്റെ ഫോർമൽ അതോറിറ്റി ടു മേക്ക് റൂൾസ് ഇൻ അവർ കൺട്രി, ടു അഡ്മിനിസ്റ്റർ ദ സിറ്റിസൺസ് ഓഫ് അവർ കൺട്രി, ആൻഡ് they have defined geopolitical territory, and also they possess the exclusive power to make laws and legally binding decisions. കാരണം അവരെന്താണ്, റൂൾസ് ഉണ്ടാക്കും, നിയമം ഉണ്ടാക്കും. അതുമാത്രം അവരെടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് ചെയ്യും, അവർ വളരെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ദെൻ
പോളിസി ഫ്രെയിം വർക്ക് അവർ എസ്റ്റാബ്ലിഷ്, കാരണം ഒരു പോളിസി ചുമ്മാ കൊണ്ടുവന്നാൽ പറ്റും. ആ പോളിസി ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ആ പോളിസി എങ്ങനെയാണ്, ആർക്കാണ് പോളിസി കിട്ടേണ്ടത്, ഈ പോളിസി കൊണ്ട് ആർക്കൊക്കെയാണ് ഗുണമുണ്ടാകുന്നത്, ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് പോളിസി വരുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അപ്പം പോളിസി ഫ്രെയിം വർക്ക് കൊണ്ടുവരിക, അതേപോലെ ഇക്വിറ്റി നേരത്തെ പറഞ്ഞതുപോലെ ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാരിലേക്കും കൂടെ കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണം. അതെന്താണ് അതാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. Equity distribute resources and so we have lot of resources in our country, like natural, man-made, lot of resources. ഈ റിസോഴ്സസ് എന്ത് ചെയ്യണം, ഈ റിസോഴ്സസ് കൃത്യമായിട്ട് എത്തേണ്ട ആൾക്കാരിൽ എത്തിക്കാനും ഗവൺമെൻറ്റിന് കഴിയണം. ആൻഡ് ത്രൂ വിച്ച് നമുക്ക് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഉണ്ട്. നമ്മുടെ 3 organs ഓഫ് ഗവൺമെൻറ് ആണ് എന്ത്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ, വൺ ഹു ക്രിയേറ്റ്സ് ലോ, എക്സിക്യൂട്ടീവ്, വൺ ഹു ഇംപ്ലിമെൻറ്റ്സ് ലോ, ജുഡീഷ്യറി, വൺ ഹു ഇൻ്റർപ്രറ്റ് ലോ. ജുഡീഷ്യറി നമ്മുടെ കോടതി. അപ്പോൾ ഇവർ 3 പേരുടെയും ഒരു കോർഡിനേഷനിൽ കൂടിയാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഐ ഗേവ് യു എക്സാമ്പിൾസ് ലൈക്ക് പാർലമെന്റ് ഇനാക്ടിംഗ് ലോസ് ലൈക്ക് GST ആക്ട് വരുന്നുണ്ട്, പിന്നെ യൂണിയൻ ബഡ്ജറ്റ് അലോക്കേറ്റിംഗ് റിസോഴ്സസ് ഫോർ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യണം. എങ്ങനെ ചെയ്യണം, അതാണ് എവിടെ വരുന്നത്, ഗവേണൻസിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഗവൺമെൻറ്റിന് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗവൺമെൻറ് ചുമ്മാ ചെയ്യാൻ പറ്റുമോ? സോ അവിടെയാണ് നമുക്ക് എന്ത് വരേണ്ടത്, ഗവേണൻസ്. ചുമ്മാ ഗവൺമെൻറ് ഇതൊക്കെ ആലോചിച്ചാൽ ഇത്രയും കാര്യം എനിക്ക് ചെയ്യാനുണ്ട് എന്നൊരു ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് എന്ത്, ഗവേണൻസ് എന്ന് പറയുന്നത്. സോ ഗവേണൻസ് എന്താണ്, നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്താണ്, എന്ത്, ഗവേണൻസ് എന്ന് പറയുന്നത്. റെഫേഴ്സ് ദി പ്രോസസ് ആൻഡ് ക്വാളിറ്റി ഓഫ് എക്സസൈസിങ് അതോറിറ്റി ഇൻ സൊസൈറ്റി. ക്ലിയർ? ആൻഡ് ഓൾസോ വാട്ട്, അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഓർഗനൈസിങ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഗവേണൻസിൽ. പിന്നെ എന്ത് ചെയ്യണം, റെഗുലേറ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ഒരു പോളിസി കൊണ്ടുവന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, റെഗുലേറ്റ്, അത് മാത്രം മതിയോ? ഒരിക്കലും പറ്റില്ല. മോണിറ്ററിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, വിടുന്നു, പരീക്ഷയ്ക്ക് മുന്നേ അത് വീണ്ടും ഒന്ന് വായിച്ചു നോക്കണ്ടേ, ഒന്ന് റിവൈസ് ചെയ്യണ്ടേ, അത് തന്നെയാണ് നമ്മൾ മോണിറ്ററിങ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും അതൊന്ന് ചെക്ക് ചെയ്ത് പോവുക. ഇപ്പോൾ പ്രോഗ്രാംസ് ആകുമ്പോൾ അതെന്താണ്, കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, പറഞ്ഞ പോലെയാണോ നടക്കുന്നത്, എന്താണ് മോണിറ്ററിങ് ചെയ്യേണ്ടത്. മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സിങ് റൂൾസ്, നോംസ് ആൻഡ് പബ്ലിക് ഡിസിഷൻസ്. ആൻഡ് ഓൾസോ വാട്ട്, സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ എന്താണ്, എംഫസൈസ് എന്ന് വെച്ചാൽ ഉയർത്തിക്കണം. കാരണം സിറ്റിസൺ ആണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും സോവേണിറ്റി ഉള്ളത് ആർക്ക് തന്നെയാണ്, പ്രഥമ അധികാരം സിറ്റിസണിനാണ്. അപ്പം സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ വേണം. അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി വേണം. ആൻഡ് ട്രാൻസ്പെറൻസി, സുതാര്യത എന്ന് മലയാളത്തിൽ പറയും. ട്രാൻസ്പെറൻസി ആൻഡ് ഇൻക്ലൂസീവ് മീൻസ് വാട്ട്, ഇൻക്ലൂഡ് ഓൾ ദി സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. അതാണ് എന്ത്, ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത്. Then we have extend beyond government to include what, civil society വരണം, പ്രൈവറ്റ് സെക്ടർ വരണം, മീഡിയ വരണം, സിറ്റിസൺസ് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം ഗവേണൻസിൽ. ആൻഡ് വാട്ട്, നമ്മുടെ ഇതെല്ലാം വഴി എന്ത് നമ്മൾ എൻഷുർ ചെയ്യുക, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റിക്ക് എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യണം. നമ്മുടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ ഓഡിറ്റ്സ് അണ്ടർ MG Enrique ഇപ്പോൾ മാറും എന്താണ്, VG ഗ്രാംജി എന്നാക്കി. അത് നമുക്ക് എൻഷുറിങ് കമ്മ്യൂണിറ്റി ഓവർസൈറ്റ് RT ആക്ട് വരുന്നുണ്ട്. പിന്നെന്താണ്, നമ്മുടെ ഇപ്പോൾ MG Enrique മാറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ജസ്റ്റ് BB ഗ്രാംജി എന്നായിട്ടുണ്ട്. നമുക്ക് ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഗവേണൻസ് ഉണ്ട്, എല്ലാം ഡിജി ലോക്കർ ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഗവേണൻസിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സോ പ്രൈമറി പർപ്പസ് ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരുന്നത്, വെൽഫെയർ ഓഫ് സിറ്റിസൺസ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നു, ഗവേണൻസിൻ്റെ പ്രൈമറി പർപ്പസ്, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക. വെൽഫെയർ ഓഫ് സിറ്റിസൺസ്. ക്ലിയർ? സോ എൻഷുറിങ് വാട്ട്, വെൽബീങ് ഓഫ് സിറ്റിസൺസ് ബിയോണ്ട് മിയർ പ്രൊട്ടക്ഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ്. നമുക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. ഇപ്പം റൈറ്റ്സ് എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ടല്ലോ, അപ്പം അത് വെച്ചങ്ങ് മുന്നോട്ട് പോകാം എന്ന രീതിയിലല്ല. അതല്ല, ആ റൈറ്റ്സ് കൃത്യമായിട്ട് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, മീൻസ് ആ റൈറ്റ്സ് അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ, ഏതെങ്കിലും റൈറ്റ്സ് വയലേറ്റ് ആകുന്നുണ്ടോ, അതെല്ലാമാണ് എന്ത്, വെൽഫെയറിനകത്ത് വരുന്നത്. ദെൻ വാട്ട്, പ്രൊവൈഡിങ് ഇക്വിറ്റബിൾ ആക്സസ് ടു വാട്ട്, പബ്ലിക് സർവീസ് സച്ച് എസ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. എന്താണ് പറയുന്നത്, നമുക്ക് ഒരുപാട് സർവീസസ് ഉണ്ട് കൺട്രിയിൽ. ഞാൻ അതിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ സർവീസിലൊക്കെ എന്ത് വരണം, ഇക്വിറ്റബിൾ ആക്സസ് എന്ന് വെച്ചാൽ
ആർക്കാണോ ഡിസേർവിങ് ആയിട്ടുള്ള അവർക്ക് കിട്ടണം. ഇപ്പം എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നുള്ളതിനെക്കാട്ടി ഉപരി ഇക്വിറ്റി കൊണ്ടുവരിക. ഇപ്പം എല്ലാവർക്കും അപ്പം ഒരു അസുഖം ഇല്ലാത്ത ആളെ പിടിച്ച് നമുക്ക് ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പം തീരെ ബുദ്ധിമുട്ടും അതായത് നമുക്ക് തീരെ സുഖമില്ലാത്ത ഒരാൾക്കും അത് മാത്രമല്ല വലിയ വലിയ ഹോസ്പിറ്റൽസിൽ പോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽസ് വേണം. അതാണ് എൻഷുർ ചെയ്യേണ്ടത്. പിന്നെന്താണ് ഇൻക്ലൂസീവ് എക്കണോമിക് ഗ്രോത്ത്, റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പ് കുറയ്ക്കുക. അതായത് ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക്, അതായത് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവർക്ക് അതിൻ്റേതായ എന്ത് കൊടുക്കുക, അവർക്ക് അതിൻ്റേതായ സർവീസസ് കൊടുക്കുക. അതുവഴി നമുക്ക് എന്ത് കിട്ടും? ഡെവലപ്മെൻറ്റ് കിട്ടും. നമ്മുടെ രാജ്യത്തെ ഓരോ സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയിൽ ആൾക്കാർക്ക് എന്ത് കിട്ടും? അവർക്കും വെൽഫെയർ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ആൻഡ് ദർ വിൽ ബി ഡെവലപ്മെൻറ്റ് ഇൻ അവർ കൺട്രി. എക്സാമ്പിൾസ് ഉണ്ട്. MGNREGA, പ്രധാനമന്ത്രി ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ഈസ് എക്സസൈസ് ഓഫ് പവർ ആൻഡ് അതോറിറ്റി. പവറും അതോറിറ്റി തമ്മിൽ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷൻ എന്ന ഏരിയയാണ്. പവർ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് മെനി സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ലൈക്ക് മാം പവർ എന്താണ്, അതോറിറ്റി രണ്ടിനും സെയിം മീനിങ് അല്ലേ വരുന്നത്? അങ്ങനെയല്ല. പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ എന്താണ് നമുക്കൊരാൾക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഒരു റൗഡി ഉണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ നാട്ടിൽ, നമ്മളെ ഭീഷണിപ്പെടുത്തി, അയാൾക്ക് ആ ഒരു പവറുണ്ട്, ഭീഷണിപ്പെടുത്തി നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നു, നമ്മളെ അവരെ പേടിച്ച് നിൽക്കുന്നു, നമ്മളെ ഒബേ ചെയ്ത് നിൽക്കുന്നു. കാരണം നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ അവർക്ക് പറ്റും. അതാണ് പവർ എന്ന് പറഞ്ഞാൽ, അല്ലേ? അതോറിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് നിയമപരമായിട്ട് ആ പവർ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? അതോറിറ്റി എന്ന് പറയും. അത് നിയമപരമായിട്ട് നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനൊക്കെ പവറുണ്ട്, അച്ഛന് പവറും അതോറിറ്റിയും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് അച്ഛന് പവറുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ അച്ഛൻ പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ടി വരും. അതാണ് ഇതോറിറ്റി. വൺസ് നിങ്ങളൊരു IAS ഓഫീസർ, ഡിസ്ട്രിക്ട് കളക്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് പവറും വരും, അതോറിറ്റിയും അവിടെ വരുന്നുണ്ട്. പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു നമുക്ക് ഒരു റൈറ്റ് ആണ് പവർ എന്ന് പറഞ്ഞാൽ. നമുക്ക് ലീഗലി ആ പവർ റൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് അത്? അതോറിറ്റി. അപ്പോൾ ആ രണ്ട് ബന്ധം നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റണം ഗവർണൻസിൽ. ഗവർണൻസ് റെഫേഴ്സ് ടു ദി മാനർ ഇൻ വിച്ച് പവർ ഈസ് എക്സസൈസ്ഡ് ഇൻ മാനേജിങ് എ സൊസൈറ്റി, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അഫയേഴ്സ്. നമ്മുടെ 3 ഡയമെൻഷനിൽ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ പവർ എക്സസൈസ് ചെയ്യാൻ പറ്റണം. പിന്നെ എന്താണ്? നമ്മുടെ പോളിസീസ്, റൂൾസ്, ഇതിലെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻവോൾവ്സ് വാട്ട്? ഇൻട്രാക്ഷൻ അമംഗ് ദ സ്റ്റേറ്റും പ്രൈവറ്റ് സെക്ടർ ആൻഡ് സിവിൽ സൊസൈറ്റി. നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് ഉള്ള ആൾക്കാർക്ക് മാത്രം പറ്റുന്നുള്ളൂ, അങ്ങനെയില്ല. അപ്പോൾ ഗവൺമെൻറ് ജോലികൾ മാത്രം ആൾക്കാർ ചെയ്യുന്നത്. സോ വി ഹാവ് ലോട്ട് ഓഫ് പ്രൈവറ്റ് എൻറ്റിറ്റീസ്. അപ്പോൾ ഒരു PPP ബന്ധം വേണം, അതായത് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റണം. ദാറ്റ് ഈസ് ഇവിടെ പറയുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് another purpose of governance, power and authority exercise ചെയ്യാം. The next is effective and efficient use of what? Resources. So we have lot of resources in our country, man-made, natural, അല്ല പിന്നെ എന്താ പറയുക, നമ്മുടെ എക്കണോമിക് പരമായ റിസോഴ്സസ് ഉണ്ട്, ലോട്ട് ഓഫ് റിസോഴ്സസ്. ഈ റിസോഴ്സസിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് പെട്ടെന്ന് എക്സ്പ്ലോയിറ്റ് ആയിപ്പോവും, അല്ലെങ്കിൽ അതിൻ്റെ അത് തീർന്നു പോവും, അതെല്ലാം കിട്ടാതെ വരും. സോ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ഇഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ടും റിസോഴ്സസിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻഷുറിങ് വാട്ട്? ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ. നല്ല വ്യക്തമായിട്ട് ചുമ്മാ നമ്മൾ റിസോഴ്സസ്, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ വൺ ഓഫ് ദി റിസോഴ്സ് വാട്ടർ റിസോഴ്സസ് ആണ്. ചുമ്മാ നമ്മൾ പൈപ്പ് തുറന്ന് വിട്ടിട്ട് പോവുക, കുറേ വെള്ളം അങ്ങോട്ട് പോവുക, എന്നാൽ നമുക്കത് നഷ്ടമാണ് സംഭവിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുന്നത് അത് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. മനസ്സിലായില്ലേ? നേരായ രീതിയിലും ആവശ്യമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? റിസോഴ്സസ് യൂസ് ചെയ്യുന്നതിനകത്ത് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് പബ്ലിക് റിസോഴ്സസ് ടു മാക്സിമൈസ് വാട്ട്? സോഷ്യൽ ഔട്ട്കംസ്. ആൻഡ് ഫ്രെയിമിംഗ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് എൻഫോഴ്സിങ് വാട്ട്? സൗണ്ട് ലോസ് ആൻഡ് പോളിസീസ്. നമ്മൾ ലോസും പോളിസീസും ഒക്കെ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് നമ്മൾ ഫ്രെയിം ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് എത്തേണ്ടവരിൽ എത്തുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് നോക്കേണ്ടി വരും. And minimizing waste, corruption and inefficiency in public expenditure. ഇതെല്ലാം തന്നെ എന്ത് തന്നെയാണ്? എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ് ആണ് കേട്ടോ. FRBM ആക്റ്റും ഔട്ട്കം ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഒക്കെ അതിലാണ് വരുന്നത്. ക്ലിയർ? യാ. നെക്സ്റ്റ് ഈസ് റൂൾ ഓഫ് ലോ ആൻഡ് അക്കൗണ്ടബിലിറ്റി. സെയിം വരുന്നത് നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? നമുക്ക് രാജ്യത്ത് റൂൾ നമ്മുടെ ലോ ഓഫ് ദി ലാൻഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം
റൂൾ ഓഫ് ലോ ആൻഡ് അക്കൗണ്ടബിലിറ്റി what establishing and upholding fair, transparent and predictable legal frameworks ആണ്. Then holding public authorities accountable for their decisions and actions. നമ്മൾ നിയമത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് പോലും നിയമത്തിന് മുന്നിൽ മുകളിലല്ല, എല്ലാവരും നിയമത്തിന് മുന്നിൽ ഈക്വൽ ആണ്. സോ എവ്രി വൺ ഈസ് ഈക്വൽ ബിഫോർ ദി ലോ. നമ്മൾ ആർട്ടിക്കിൾ 14 പഠിക്കുന്ന പോലെ ഈക്വാളിറ്റി ഓഫ് ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ മീൻസ് എവ്രി വൺ ഈസ് ഈക്വൽ ബിഫോർ ലോ ആൻഡ് ദ ലോ ഈസ് പ്രൊട്ടക്റ്റിംഗ് എവ്രി വൺ ഈക്വലി എന്ന് പറയുന്ന സെയിം കൺസെപ്റ്റ് വരുന്നത് RTA ആക്ട് 2005 enabling what citizen oversight. The next is what participation and inclusiveness. ഞാൻ ഒരുമിച്ച് പറയാണ്, സിറ്റിസൺസിനെ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആൻഡ് എവറി സെക്ഷൻ ഈച്ച് ആൻഡ് എവറി സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഓഫ് ദി ഗവൺമെൻറ് അല്ലെങ്കിൽ ടു ഇംപ്ലിമെൻറ്റ് ഗവർണൻസ്. ക്ലിയർ? എല്ലാവരും എന്ത് ചെയ്യുക, നമുക്ക് ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ലോഫുൾ ആൻഡ് ലീഗലി എന്ന് പറയുന്നത്. ക്ലിയർ? 73rd 74th അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇംപ്ലിമെൻറ്റേഷൻ ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് വൺ ഓഫ് ദി പ്രൈമറി പർപ്പസ് ഓഫ് ഗവർണൻസ്. ദെൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് സോഷ്യൽ സ്റ്റെബിലിറ്റി. ഒരു പ്രശ്നം വന്നാൽ, ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവരുന്നതും ആൻഡ് സോഷ്യൽ സ്റ്റെബിലിറ്റി, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറ്റി ഒരു മെയിൻറ്റെയിൻ സ്റ്റേബിൾ സിസ്റ്റം, ലൈക്ക് ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ആർക്ക് പറ്റണം, ഗവർണൻസിന് പറ്റണം. റൂൾ ഓഫ് കോഡ്സ്, ട്രിബ്യൂണൽ, ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം, നിങ്ങളുടെ എന്താണ് പരാതി നിവാരണ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ആ ഒരു സംഭവമാണ് എന്ത്, ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം എന്നൊക്കെ പറയുന്നത്. കോടതിയൊക്കെ എന്ത് തന്നെയാണ് ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം നമുക്ക് എന്ത് പരിഹാരം കണ്ടെത്തുന്നതാണ്. ക്ലിയർ? So these are the primary purposes of governance. Then last one is sustainable development. Sustainable development വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഓരോ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നത് ഫ്യൂച്ചർ ജനറേഷനെ ബാധിക്കാത്ത രീതിയിലായിരുന്നു, അവർക്കും കൂടെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ പറയാറുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോൺസെപ്റ്റ്, മരം എല്ലാം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഭാവി തലമുറ എന്ത് ചെയ്യും എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ഒരു മരം വെട്ടിയാൽ അടുത്തൊരു പ്ലാന്റ്, ഒരു ചെടി നടുക എന്നുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. ദാറ്റ് എൻഷുറിങ് ദാറ്റ് പ്രസൻറ്റ് ഡെവലപ്മെൻറ്റ് ഡസ് നോട്ട് കോംപ്രമൈസ് ഫ്യൂച്ചർ ജനറേഷൻ. കാരണം വരും തലമുറയെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സും നമ്മൾ കൊണ്ടുവരരുത്, അതും കൂടെ എൻഷുർ ചെയ്യണം. ദാറ്റ് ഈസ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആൻഡ് എൻവയോൺമെൻറ്റൽ റെഗുലേഷൻസ് ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് പ്രൈമറി പർപ്പസ് ഓഫ് ഗവർണൻസ്. അടുത്തത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ഗവർണൻസ് ആണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നമുക്ക് 4 സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് വരുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവർണൻസുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ മെയിൻസിൽ എത്തിക്സ് പഠിക്കുമ്പോൾ കേസ് സ്റ്റഡീസ് ഉണ്ട്, അതിനകത്ത് നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാറുണ്ട്. സ്റ്റേക്ക് ഹോൾഡർ എന്ന് വെച്ചാൽ ആ പ്രധാനപ്പെട്ട കേസ് സ്റ്റഡിയുമായിട്ട്, ആ പറഞ്ഞിരിക്കുന്ന കേസ് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, അതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഗവർണൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് സ്റ്റേറ്റ്, മാർക്കറ്റ്, സിവിൽ സൊസൈറ്റി ആൻഡ് ദ സിറ്റിസൺസ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സർക്കാർ, നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ രാജ്യമാണ് എന്ത്, സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു, നമുക്ക് പബ്ലിക് വെൽഫെയർ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നു, ലോസ് ഫ്രെയിം ചെയ്യുന്നു, GST ലൈക്ക് ലോസ് വരുന്നുണ്ട്, നാഷണൽ ഹെൽത്ത് സർവീസസ് കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ വെൽഫെയർ എൻഷുർ ചെയ്യുന്നു ആര്, സ്റ്റേറ്റ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ വാട്ട് ഈസ് മൈ മാർക്കറ്റ്? മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് വെയർ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആർ ഹാപ്പനിങ്, ദാറ്റ് ഈസ് മാർക്കറ്റ്. അത് എന്ത് തന്നെ ആവാം. ഇപ്പം നമ്മൾ പറയാം, നമുക്ക് സാധാരണ ഒരു മാർക്കറ്റ് ഉണ്ട്, ഫിഷ് മാർക്കറ്റ് ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, മാർജിൻ ഫ്രീ മാർക്കറ്റ്, ലോഡ് ഓഫ് മാർക്കറ്റ്സ് ഉണ്ട്. മാർക്കറ്റിൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എവിടെയാണോ വ്യവസായപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പണം വാങ്ങുന്നു, കൊടുക്കുന്നു, സെല്ല് ചെയ്യുന്നു, വിൽക്കുന്നു, വിൽക്കുന്നു, നമ്മൾ വാങ്ങുന്നു, അത് വിൽക്കുന്നു, വാങ്ങുന്നു, പണ ഇടപാട് നടക്കുന്നു, അങ്ങനത്തെ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എവിടെയാണോ നടക്കുന്നത് അവിടെ നമ്മൾ മാർക്കറ്റ് എന്ന് പറയും. സോ മാർക്കറ്റോടെ ഒരുപാട് കാര്യങ്ങൾ, മാർക്കറ്റാണ് നമുക്കൊരു ജോബ് മാർക്കറ്റ് എന്നൊക്കെ പറയാറുണ്ട്, ജോബ് മാർക്കറ്റ്, ഒരു IT ജോബ് മാർക്കറ്റ്. നമ്മൾ ഈ ജോബ് മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായിട്ടുള്ള
നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷന് പറ്റിയ ജോബ് നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതേപോലെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡറാണ് ഗവേണൻസിൻ്റെ. കാരണം എന്ന് പറഞ്ഞാൽ ജോബ് ക്രിയേഷനും ജോബ് ക്രിയേഷൻ വഴി ആൾക്കാർക്ക് എന്താണ് ജോലികൾ എത്തിച്ചു കൊടുക്കുക, അതുവഴി ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റിനും വലിയ ഭാഗമാണ്. ദാറ്റ് ഈസ് സെക്ടേഴ്സ് ലൈക്ക് IT വരുന്നുണ്ട് ആൻഡ് 5G ടെക്നോളജി. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ പല കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ പറയാറുണ്ട് മാരേജ് മാർക്കറ്റ് എന്ന് പറയാറുണ്ട്, ഇഷ്ടപ്പെട്ട ആളെ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ജോബ് മാർക്കറ്റ് ഉണ്ട്. സോ മെനി കൈൻഡ്സ് ഓഫ് മാർക്കറ്റ്സ് ആർ ഹിയർ. ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നത്. ആൻഡ് സിവിൽ സൊസൈറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടാവും. അത് ലൈക്ക് ഓർഗനൈസേഷൻസ് ഒക്കെ ആയിരിക്കും, ഫോർമൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരുടെ മോട്ടീവ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഇല്ലായ്മ, നോൺ പ്രോഫിറ്റ് ആയിരിക്കും. അവരൊരു ഫലം ഇച്ഛിക്കാണ്ട് എന്താണ് കാര്യങ്ങൾ ചെയ്തു തരുന്ന, പ്രതിഫലം ഇച്ഛിക്കാണ്ട് കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു കൂട്ടം ജനങ്ങൾ നമ്മൾ എന്ത് പറയുന്നു, സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ NGOs. ഓക്കെ, അപ്പോൾ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഗവൺമെൻറ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ഗവർണൻസ്. കാരണം നമ്മുടെ സിവിൽ സൊസൈറ്റി ആണ് ശരിക്കും ഒരു സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നത്. നമുക്ക് ഒത്തിരി സംഘടനകളുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെയും സിറ്റിസൺസിൻ്റെ ഒരു ബ്രിഡ്ജ് പോലെ നിൽക്കുന്ന ആൾക്കാരാണ് ആര്, സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ട്രേഡ് യൂണിയൻസ് വരുന്നുണ്ട്, പ്രഷർ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്, പിന്നെ എന്താണ് ബിസിനസ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്, ഡോക്ടേഴ്സ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് ദി സിറ്റിസൺസ്, നമ്മൾ ജനങ്ങളില്ലാണ്ട് ഗവർണൻസ് മുന്നോട്ട് പോവാൻ നോ നെവർ. സോ സിറ്റിസൺസും ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് പറയുന്നത്. ക്ലിയർ? സോ നെക്സ്റ്റ് വി ആർ ഗോണ ഡിസ്കസ് അബൌട്ട് എലമെന്റ്സ് ഓഫ് ഗവർണൻസ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കുറച്ച് കീവേഡ്സ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതും പോയിട്ട് ഇനി അപ്പുറത്തെ സൈഡിലൂടെ കുറച്ചുകൂടെ ഉണ്ട്. ഈ കീവേഡ്സിൻ്റെ എക്സാക്ട് കൺസെപ്റ്റ് ആൻഡ് മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻക്ലൂസിവിറ്റി. ഓൾറെഡി ഐ ടോൾഡ് യു ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരെയും നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ സെഷൻസിനെ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യണം, അവരെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യിക്കണം. ട്രാൻസ്പെറൻസി, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പോകണം. ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഇറ്റ് ഇസ് റെസ്പോൺസിബിലിറ്റി. റൂൾ ഓഫ് ലോ, എന്താണ് നമ്മുടെ രാജ്യത്ത് ഒരു കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഇറ്റ് ഈസ് ഈക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അണ്ടർ ആർട്ടിക്കിൾ 14 പറയുന്ന കാര്യം തന്നെയാണ്. അവിടെ ഗവൺമെൻറ് പോലും ലോയ്ക്ക് മുകളിൽ വരില്ല. റെസ്പോൺസീവ്നെസ് വിച്ച് മീൻസ് ദാറ്റ് ഇപ്പം നമ്മൾ തിരഞ്ഞെടുത്ത ജനങ്ങൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഗവൺമെൻറ്റിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ നിയമസഭയിലോ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്ക് കൃത്യമായിട്ട് പ്രതികരിക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി, നല്ല രീതിയിൽ നമ്മൾ എന്താണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും കൊണ്ടുവരണം. എന്നുവെച്ചാൽ നല്ല കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഉപയോഗം, റിസോഴ്സസിൻ്റെ ഉപയോഗം അത് ഇഫക്റ്റീവ് ആയിരിക്കണം. അതിൻ്റെ എഫിഷ്യൻസി നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. ദെൻ ഇക്വിറ്റി ആൻഡ് ഫെയർനെസ് മീൻസ്, ഇക്വിറ്റി മീൻസ് ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരിലേക്ക് എത്തിക്കുക. ഫെയർനെസ് മീൻസ് എല്ലാവർക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നേടാനും അവരെന്താണോ വിചാരിക്കുക അതേപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നേടണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് കൺസെൻസ് ഓറിയൻറ്റഡ്. കൺസെൻസ് ഓറിയൻറ്റഡ് എന്ന് വെച്ചാൽ ഗവർണൻസ് ഓൾവേസ് ബ്രിങ്സ് all the sections together and comes to what a common agreement. അതായത് നമുക്കിപ്പോൾ ഒരു 10 പേര് ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ്, എല്ലാവർക്കും എന്താ പറയാനുള്ളതെന്ന് കേൾക്കും, എല്ലാവരുടെ ഒപ്പീനിയൻസ് നമ്മൾ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കോമൺ ആയിട്ടുള്ള ഒപ്പീനിയൻ കൊണ്ടുവരും. എന്ന് വെച്ചാൽ നമുക്ക് എന്താ ഒരു ഡൈവേഴ്സിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇറ്റ് ഇസ് കൺസെൻസ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ. സ്ട്രാറ്റജിക് വിഷൻ മീൻസ് നമുക്കൊരു ലോങ് ടേം വിഷൻ ഉണ്ടാവണം. ഒരു പ്രോഗ്രാം ഒരു പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ട് ഓക്കെ എന്ന രീതിയിലല്ല പോളിസി കൊണ്ടുവരുന്ന ഗവൺമെൻറ്. ഒരു പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 15 years അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് ആയിട്ട് ആ പോളിസി നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ കൊണ്ടുവരണം. വിച്ച് മീൻസ് ദ ലോങ് ടേം വിഷൻ, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു വിഷൻ അവർക്കത് വേണം. അതും ആ ലോങ് ടേം വിഷനിൽ എന്താ നല്ല സ്ട്രാറ്റജൈസ് ആയിട്ടുള്ളതായിരിക്കണം. ദെൻ എത്തിക്കൽ കണ്ടക്ട്സ് എന്താണ്, എത്തിക്സ് മീൻസ് വാട്ട് ഐ ഓൾറെഡി ടോൾഡ് യു, മീൻസ് ഏതാണ് ശരി തെറ്റെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നത്. ദെൻ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, ഒരു പോളിസി കൊണ്ടുവന്നാൽ
സസ്റ്റൈനബിലിറ്റി, ഫ്യൂച്ചർ ജനറേഷനും അത് ഉപയോഗപ്പെടുന്ന രീതിയിൽ, കാരണം അവരെ നെഗറ്റീവായിട്ട് ബാധിക്കാതെ വരുന്ന രീതിയിലും ഇത് വരണം. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി മീൻസ് എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് എമിനൻ്റ് മീൻസ് അത് IQ ലെവലിലല്ല, പ്രൊഫഷണലി അവർ കേപ്പബിൾ ആയിരിക്കണം. അതായത് നല്ല കപ്പാസിറ്റി ബിൽഡിംഗ് കൊണ്ടുവരിക. അതായത് നമ്മുടെ സ്റ്റാഫ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിലുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും നല്ല കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് കൊണ്ടുവന്ന് അവരെ എഫക്റ്റീവ് ആക്കണം, എഫിഷ്യൻ്റ് ആക്കണം, അവർക്ക് നല്ല രീതിയിൽ അവരുടെ ടാസ്ക് ചെയ്യാനും വർക്ക് ചെയ്യാനും. ദെൻ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് ഗവേണൻസ്, നമ്മുടെ ഇലക്ട്രോണിക് ഗവേണൻസ്, നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ, നമ്മുടെ IT മേഖല, നമ്മുടെ എല്ലാം തന്നെ ഡിജിറ്റലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ എല്ലാം ആ ഒരു IT സെക്ടറിലേക്ക് നമ്മൾ കൂടുതലും ഒരു ഡിജിറ്റലൈസേഷൻ രീതി നമ്മൾ കൊണ്ടുവരണം. ദെൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് എല്ലാവർക്കും നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സും ഫണ്ടമെന്റൽസും വ്യത്യാസമുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മൗലിക അവകാശമാണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യർക്കുള്ള അവകാശം. ദാറ്റ് ഈസ് അതെന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ള അവകാശം, ഇത് രണ്ടിലും വരുന്നതാണ്. നല്ല ഫുഡ് കഴിക്കുക, നല്ലോണം കിടന്നുറങ്ങുക, ഇതെല്ലാം ഹ്യൂമൻ. അപ്പം നമ്മുടെ ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ റൈറ്റ്സും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റണം? ഗവൺമെൻറ്റിന് ത്രൂ ഗവേണൻസിൽ പറ്റണം. ദെൻ സിവിക് എൻഗേജ്മെന്റ് എന്ന് വെച്ചാൽ സിറ്റിസൺസിൻ്റെ സിറ്റിസൺ എൻഗേജ്മെൻ്റ് ആണ്. സിവിക്സ് എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളുടെ, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കും അവരെയും എൻഗേജ് ചെയ്യുക, അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ ഭാഗമാക്കുക, ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുക, ക്ലാരിറ്റി കൊണ്ടുവരിക, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. സോ ദീസ് ആർ ദി എലമെൻറ്റ്സ് ഓഫ് ഗവേണൻസ്. സോ ദാറ്റ്സ് ഇറ്റ്. This is a previous year question. The doctrine of democratic governance emphasizes that the legitimacy and effectiveness of ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, ജനാധിപത്യ ഭരണം. ഈ ജനാധിപത്യ ഭരണം എന്ന് പറയുന്ന കാര്യം എത്രത്തോളമാണ് ഒരു ലീഗലായിട്ടും അത് മാത്രമല്ല ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് വളരെ എഫക്റ്റീവ് ആക്കുന്നതും എങ്ങനെയാണ് ഓക്കെ, ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. So the previous year question നോക്കാം നമുക്ക്. The doctrine of democratic governance emphasizes that the legitimacy and effectiveness of a democratic system rely heavily on the integrity, transparency and accountability of its governing institutions, including the civil services. 15 മാർക്കിൻ്റെ ചോദ്യമാണ്, 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, നമ്മുടെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ ഭരണമാണ് ഉദ്ദേശിക്കുന്നത്. ആ ജനാധിപത്യ ഭരണം ഏറ്റവും കൂടുതലും ഉയർത്തി കാണിക്കുന്നത് ലോ പരമായിട്ടും ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാനും, അത് കൊണ്ടുവരണമെങ്കിൽ എന്തിലേക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഇൻറ്റഗ്രിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇതിലൊക്കെ അക്കൗണ്ടബിലിറ്റിയിലും ഇതിലെല്ലാത്തിലും ഇത് നമ്മൾ റിലേറ്റ് ചെയ്യണം. ഏത് വഴിയാണ്? സിവിൽ സർവീസസ് വഴി. അപ്പോൾ ജനാധിപത്യ ഒരു ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരണം. ജനാധിപത്യ ഭരണം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ലെജിറ്റിമിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്. ആ കാര്യങ്ങൾ പ്യുവർലി റിലേറ്റ് ചെയ്യുന്ന എന്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി, ബീയിങ് ഓണസ്റ്റ് ആണ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി ഓഫ് ഈ ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻസ് ആണ്. ഇതെല്ലാം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഇൻക്ലൂഡിങ് ദി സിവിൽ സർവീസ്. സിവിൽ സർവീസസിൻ്റെ ഒരു വളരെ പ്രധാനമായിട്ടുള്ള കാര്യം ഉൾപ്പെടുത്തിയാണ് അവർ ജനാധിപത്യ ഭരണം കൊണ്ടുവരുന്നത്. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. എല്ലാവരും ഈ ക്ലാസ് കണ്ടിട്ട് ഈ ഒരു ആൻസർ എഴുതി നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്നെന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ദി എൻഡ് ഓഫ് അവർ ഗവേണൻസ് സെഷൻ. നിങ്ങൾക്ക് ഈ ക്ലാസ് നല്ലപോലെ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇതിനും കണ്ടിന്യൂഷൻ നമുക്ക് ഇനിയും ഗവേണൻസിൻ്റെയും ഒത്തിരി ക്ലാസ്സസ് വരുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിൽ എല്ലാവർക്കും നമുക്ക് കാണാം. അപ്പോൾ നല്ലോണം പഠിക്കുക. ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് താങ്ക് യു.